നമസ്കാരം. കഴിഞ്ഞ വീഡിയോകളുടെ താഴെ കമൻറ്റ് കണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ തുടങ്ങണമെന്നുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാം. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിലോ ഇനി കടന്നു പോയേക്കാം, അല്ലേ? ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഐ ക്രിയേറ്റ് മൈ ലൈഫ്. ഇനി ജീവിത വിജയം കൈവരിക്കാത്ത ഒരാൾ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് ഹാപ്പൻസ് ടു മീ. മനസ്സിലാവുന്നുണ്ട്? ഇത് ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എവിടെ തുടങ്ങണം എന്ന് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം തീരുമാനിക്കുക, യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് യുവർ ഓൺ ലൈഫ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ലക്ഷ്യം, ഗോൾ. എന്താണ് നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഗോൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഗോൾ നമുക്ക് ക്ലിയർ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, രണ്ടാമതൊരു കാര്യം എന്താണ്, നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, അതേപോലെ തന്നെ നമ്മൾ കുറേ യോഗ, പ്രാണായാമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ദിവസവും നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്ലാനിങ്. ഈ രണ്ട് കാര്യങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഓരോ പ്രവൃത്തികൾക്കും നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് റെസ്പോൺസിബിൾ ആവുക എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ ഘടകമാണിത്. അതേപോലെ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുക, ഉറച്ച ആത്മവിശ്വാസം ഉണ്ടാവുക. യെസ്, മനസ്സിലാവണോ? എനിക്ക് എൻ്റെ ഗോളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവുക. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നെഗറ്റീവായിട്ടുള്ള ആളുകൾ, അവരിൽ നിന്നും കുറച്ച് അകൽച്ച പാലിക്കുക. കാരണം എന്താ വെച്ചാൽ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒരു ഡൗട്ട് പറയും. ഇത് നടക്കുമോ, ഇത് നടക്കില്ലേ? അവിടെ തന്നെ എന്താണ്, പകുതി കാര്യങ്ങൾ നടക്കാതാവും. ഇതിലൊക്കെ ഉപരിയായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, കൃതജ്ഞതയോട് കൂടിയിട്ട്, സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളുടെ ഗോളിലേക്കുള്ള യാത്ര തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മളുടെ ഗോൾ എന്ന് ഉറപ്പുവരുത്തുക, ഡിസിപ്ലിൻ ആവുക, റെസ്പോൺസിബിൾ ആവുക, പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ സന്തോഷത്തോട് കൂടിയിട്ട്, പൂർണ്ണമായിട്ടുള്ള കൃതജ്ഞതയോട് കൂടിയുള്ള ഒരു യാത്ര. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ തുടങ്ങണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ എവിടെ എത്തണം എന്നുള്ള ധാരണയും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ വീണ്ടും കാണുമായിരിക്കും. ബൈ.